അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് പി വി അൻവർ സ്വീകരിച്ച സമീപനം ശരിയായ ഒന്നായിരുന്നില്ല. ഇപ്പൊ പിണറായി സത്തിനെതിരെ ഈ സർക്കാരിനെതിരെ ആ സർക്കാരിനകത്ത് നടക്കുന്ന ചില കൊള്ളരുതായ്മകൾ എന്ന് പി വി അൻവർ പറഞ്ഞ ചില കാര്യങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നല്ലോ. മാത്രമല്ല UDF-ന്റെ സ്ഥാനാർത്ഥിയെ എതിർത്തതിനും പി വി അൻവർ ഒരു ന്യായം പറഞ്ഞിരുന്നു. കാരണം മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ വളരെ സജീവമായി ഉയർന്നു വരുന്ന തനിക്ക് വളരെ പരിചിതമായ ഒരു മണ്ഡലത്തിൽ ജോയിയെപ്പോലൊരാളായിരിക്കും സ്ഥാനാർത്ഥിയാകാൻ നല്ലത് എന്ന് ആ മണ്ഡലത്തെ അറിയുന്ന ആളെന്ന നിലയിൽ പറഞ്ഞതാണ് എന്നൊരു വിശദീകരണവും നൽകിയിരുന്നു. പക്ഷെ അതൊന്നും UDF-ന് സ്വീകാര്യമായില്ലല്ലോ. നിങ്ങൾ വിലയിരുത്തുമ്പോൾ ഇത് തന്നെ വീണ്ടും ആ വിഷയം കൊണ്ടുവരുമ്പം ഏതെങ്കിലും മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങനെയുണ്ടോ? കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ പാർട്ടി, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി, അതിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിന്നെ ആളായിരിക്കണം എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോ പബ്ലിക്കിലാണോ സജസ്റ്റ് ചെയ്യുന്നത്? എന്നിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം പബ്ലിക്കിലാണോ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ കുറ്റപ്പെടുത്തുക? പബ്ലിക്കിലാണോ വേറൊരു സ്ഥാനാർത്ഥി വരാത്തത് അദ്ദേഹത്തിന് ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പബ്ലിക്കിലാണോ പറയുക? ആ ശൈലി ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന ശൈലിയാണോ? അതല്ലേ വിഷയം. അപ്പോൾ പ്രസിഡന്റ്, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. മാപ്പർഹിക്കാത്ത ഒരു തെറ്റാണ് അൻവർ ചെയ്തത് അല്ലേ പ്രസിഡന്റ്, ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കുമ്പോൾ? അദ്ദേഹം ഇപ്പോൾ തിരുത്താൻ തയ്യാറായിട്ടില്ല. അല്ല, അദ്ദേഹം വേറൊരു കാര്യം ഒരു ഘട്ടത്തിലും തിരുത്താൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചല്ലോ, ബേപ്പൂരിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിയാസിനെതിരെ മത്സരിക്കാൻ തയ്യാറാണ്. എങ്ങനെ UDF-ന്റെ ഭാഗമായി നിന്ന്? ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നൊന്നായിട്ട് ഖണ്ഡിക്കാനോ വിലയിരുത്താനോ പോലും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. അത് നിങ്ങൾ വിലയിരുത്തണം. സ്റ്റേറ്റ്മെന്റുകൾ മാറ്റി മാറ്റി പറയുന്നതിന്റെ ആ സാഹചര്യങ്ങൾ എന്താണെന്ന് വിലയിരുത്തണം. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടാണ്, ബേപ്പൂര് പറഞ്ഞുകൊണ്ടാണ് എന്നോട് ബേപ്പൂര് മത്സരിക്കാൻ പറഞ്ഞിരിക്കുകയാണെന്ന് അദ്ദേഹം കളിയാക്കി പറഞ്ഞിരുന്നു, പ്രതിഷേധിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം മാറ്റി പറഞ്ഞ് ബേപ്പൂര് മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതിലെ വേരിയേഷൻസ് ഉണ്ടല്ലോ. അതായത് അതിന്റെ അർത്ഥം ഒരു കൺസിസ്റ്റൻസി ഇല്ല പി വി അൻവറിന്, സ്റ്റേബിൾ അല്ല അദ്ദേഹം എന്ന് തോന്നുന്നു താങ്കൾ വിലയിരുത്തുമ്പോൾ അല്ലേ? അതുപോലെ ഞാൻ കമന്റ് ചെയ്യുന്നില്ല. ഞാൻ വ്യക്തികളെ കമന്റ് ചെയ്യാതിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. വ്യക്തിപരമായിട്ട് കമന്റ്സ് ഒഴിവാക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ല, അത് വേണ്ടി വരുന്നത് പ്രസിഡന്റ് പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി നേടിയ വോട്ടുകളാണല്ലോ. 19,000 അടുത്തുള്ള വോട്ടുകൾ നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം നേടിയ, ആ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം നേടിയ വോട്ടുകളാണല്ലോ. അപ്പോൾ അദ്ദേഹം വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടോ? ഞാനത് ഇപ്പോൾ വിലയിരുത്തുന്നില്ല. അതിനും എനിക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല. അദ്ദേഹം എന്ത് നേടി എന്ന ചോദ്യത്തിന് ഇപ്പോഴും അതാണോ നേട്ടം?